നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. എല്ലാവർക്കും ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് 12/8/2026 ബുധനാഴ്ചത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. റബ്ബർ വിലയ്ക്ക് ശേഷം മറ്റ് സാധനങ്ങളുടെ വിലയും ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയും. വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മുടങ്ങാതെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതേവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പലരും ചോദിക്കും, എന്തിനാണ് ഈ വിദേശ വില, ബാങ്കോക്കിലെ വില പറയുന്നത് എന്തിനാണെന്ന് ചോദിക്കും. എന്നാൽ ബാങ്കോക്കിലും നമ്മുടെ ഈ റബ്ബർ വില കേൾക്കാൻ ആൾക്കാരുണ്ട്. കർണാടകയിലും നമ്മുടെ ആൾക്കാരുണ്ട്. അതുപോലെ കേരളത്തിലും കൂടുതൽ ആൾക്കാർ കേരളത്തിലാണുള്ളത്. നിലമ്പൂർ എടക്കരയിൽ നല്ല കാലാവസ്ഥയാണെന്ന് കമ്പനിയിലൂടെ അറിയിച്ചിട്ടുണ്ട്. നിലമ്പൂർ വണ്ടൂർ ഭാഗത്ത് നല്ല കാലാവസ്ഥയാണെന്ന് സോമൻ കാരാടും അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇന്നലെ നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗത്തും ഇന്നലെ നല്ല കാലാവസ്ഥയായിരുന്നു. കൊല്ലം ജില്ലക്കാരൊക്കെ മിക്കവാറും ആൾക്കാരൊക്കെ ടാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ആൾ നമ്മളോട് കമ്പനിയോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ കാലാവസ്ഥ റിപ്പോർട്ട് ചെയ്യുന്ന ചാനലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, കാലാവസ്ഥ റിപ്പോർട്ട് മാത്രമല്ല ചെയ്യുന്നത്, എല്ലാ വില നിലവാരമാണ് മെയിനായിട്ട് ഇതിൻ്റെ അത് ചെയ്യുന്നത്. അപ്പോൾ കാലാവസ്ഥ പറയുന്നത് നമ്മുടെ കാലാവസ്ഥയാണ് നമ്മുടെ ഈ റബ്ബർ കൃഷിയെ നയിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ സമയത്ത് നല്ല കാലാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടാപ്പിംഗ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ടാപ്പിംഗ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇന്നലെ നല്ല കാലാവസ്ഥയായിരുന്നു. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും മിക്കവാറും ആൾക്കാർ ഇന്നലെ ടാപ്പിങ്ങിനായിട്ട് ഇറങ്ങി. അപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞപ്പോൾ റബ്ബർ വിലയിൽ മാറ്റങ്ങൾ വന്നു. വില ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ ഷീറ്റും ഇല്ലായിരുന്നു. ഇപ്പോൾ ഷീറ്റായി വരുന്ന സമയത്ത് നമ്മുടെ റബ്ബറിന് വിലയില്ലാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങളാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇന്നലെ ഞാൻ കമ്പോള നിലവാരം പറഞ്ഞപ്പോൾ ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി. അപ്പോൾ സമയം അതിക്രമിച്ചതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡ് കൂടിപ്പോയത്. അപ്പോൾ പലർക്കും മനസ്സിലായില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു കമൻറ്റ് വന്നു, അപ്പോൾ നിങ്ങൾ സമാധാനത്തിൽ പതുക്കെ പറയൂ എന്നാണ്, സാവധാനം പറയൂ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊട്ട് സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. റബ്ബർ വില കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. റബ്ബർ വില കുറഞ്ഞു. അപ്പോൾ നമുക്ക് കർണാടകയിലും വില കുറഞ്ഞു, എന്നാൽ വിദേശത്ത് വില കൂടിയിട്ടുമുണ്ട്. ലാറ്റിക്സിൻ്റെ വിലയിൽ കുറവ് വന്നിട്ടുമില്ല. റബ്ബർ ബോർഡ് വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 283 രൂപ, RSS5ന് 280 രൂപ, ISNR 20ക്ക് 256 രൂപ, ലാറ്റക്സ് 60%-ന് 200 രൂപ 75 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS4 1 കിലോയ്ക്ക് 283 രൂപ, RSS5ന് 280 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 272 രൂപ, ലോട്ടിന് 256 രൂപ മുതൽ 261 രൂപ വരെ. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRCയിൽ ഒട്ടുപാലിന് 192 രൂപ, 60% DRCയിൽ ഒട്ടുപാലിന് 144 രൂപ. ഇനി നമുക്ക് റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 275 രൂപ, RSS5ന് 272 രൂപ, ISS 245 രൂപ 50 പൈസ മുതൽ 246 രൂപ വരെയും. ഒട്ടുപാലിൻ്റെ വ്യാപാരി വില 160 രൂപ മുതൽ 172 രൂപ വരെയും. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 290 രൂപ, ഫാക്ടറി വില 300 രൂപ. 25% DRC ഉള്ള 200 ലിറ്റർ കൊള്ളുന്ന ബാരലിന് 14,500 രൂപ, 30% DRC ഉള്ളതിന് 17,400 രൂപ, 35% DRC ഉള്ളതിന് 20,300 രൂപ, 40% DRC ഉള്ളതിന് 23,200 രൂപ. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ RSS4നും 5നും 1 കിലോയ്ക്ക് 1 രൂപ കുറഞ്ഞു, ലൂസിന് 2 രൂപ കുറഞ്ഞു, ലോട്ടിന് 1 രൂപ കുറഞ്ഞു. ഇനി റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ RSS4നും 5നും ISSനും ഒട്ടുപാലിനും 1 കിലോയ്ക്ക് 1 രൂപ കുറഞ്ഞു. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS3ക്ക് 1 കിലോയ്ക്ക് 280 രൂപ 50 പൈസ, RSS4ന് 280 രൂപ, RSS5ന് 275 രൂപ, ലോട്ടിന് 256 രൂപ, ഒട്ടുപാൽ 173 രൂപ വരെ. ഇന്നത്തെ കർണാടകത്തിൽ വില നോക്കിക്കഴിഞ്ഞാൽ RSS3ക്കും 4നും 5നും 1 കിലോയ്ക്ക് 1 രൂപ കുറഞ്ഞു. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS1 1 കിലോയ്ക്ക് 270 രൂപ 94 പൈസ, RSS2ന് 269 രൂപ 21 പൈസ, RSS3ക്ക് 267 രൂപ 62 പൈസ, RSS4ന് 266 രൂപ 75 പൈസ, RSS5ന് 266 രൂപ 32 പൈസ. ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് 1 രൂപ വർദ്ധിച്ചിട്ടുണ്ട് കിലോയ്ക്ക്. ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. ഇന്ന് വളരെ സാവധാനമാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്, മുഴുവനായിട്ടും കേൾക്കണം. സ്കിപ്പ് ചെയ്ത് പോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞത്. തേങ്ങ 1 കിലോയ്ക്ക് 50 രൂപ മുതൽ 60 രൂപ വരെയും, കൊക്കോ ഉണങ്ങിയതിന് 310 രൂപ, വെളിച്ചെണ്ണ തയ്യാർ 255 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് 260 രൂപ,
കൊപ്ര എടുത്തപടി 166 രൂപ. അടയ്ക്ക പുതിയ തുരുവിലേക്ക് 360 രൂപ. അടയ്ക്ക പഴയ തുരുവിലേക്ക് 360 രൂപ. കാഞ്ഞിരക്കുരു 1850 രൂപ. കയർ നേരിയത് 5300 രൂപ. ജാതിക്ക തൊണ്ടൻ 300 രൂപ. ജാതിപത്രി ചുവപ്പ് 1400 രൂപ. ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 350 രൂപ. ജാതിപത്രി മഞ്ഞ 1600 രൂപ. ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 1800 രൂപ മുതൽ 1900 രൂപ വരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2000 രൂപ മുതൽ 2100 രൂപ വരെയും ഗ്രാമ്പു 800 രൂപ. നാടൻ 930 രൂപ. ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 550 രൂപ മുതൽ 600 രൂപ വരെയും ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 300 രൂപ. സെക്കൻഡ് 160 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 37 രൂപ. റോട്ടറി 38 രൂപ. കുരുമുളക് അൺകാർബിൾഡ് 1 കിലോയ്ക്ക് 692 രൂപ. കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 682 രൂപ. കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 712 രൂപ. ചുക്ക് ബെസ്റ്റ് 360 രൂപ. മഞ്ഞൾ സേലം 200 രൂപ. വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 46 രൂപ. പച്ച 44 രൂപ. പഴം 53 രൂപ. ഇനി നമുക്ക് സ്വർണം അവധി വിലകൾ നോക്കാം. ഒക്ടോബർ 1,52,296 രൂപ. ഡിസംബർ അവധി 1,53,560 രൂപ. കാപ്പിപ്പരിപ്പ് കിൻഡൽ 38,000 രൂപ. ഉണ്ടച്ചാക്ക് 54 കിലോ 11,800 രൂപ. കുരുമുളക് വയനാടൻ 700 രൂപ. ചേട്ടൻ 690 രൂപ. ഇഞ്ചിച്ചാക്ക് 60 കിലോ 5,500 രൂപ. ഏലം ഉണക്ക കിലോ 3,000 രൂപ മുതൽ 4,000 രൂപ വരെയും. നെല്ല് കിൻഡൽ 2,600 രൂപ. നേന്ത്രക്കായ കിൻഡൽ 4,300 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു.